ഇറാനുമായുള്ള സമാധാന കരാറിൽ നിരവധി ഭേദഗതികൾ വരുത്താൻ ട്രംപ് നിർദ്ദേശിച്ചുവെന്നാണ് സൂചനകൾ. വൈറ്റ് ഹൌസിൽ ദേശീയ സുരക്ഷാ സമിതി ഉദ്യോഗസ്ഥരുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചില നിബന്ധനകൾ കർശനമാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാറ്റങ്ങൾ വരുത്തിയ കരാർ ഇറാന്റെ പരിഗണനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ഇറാനുമായി സമാധാന കരാർ ഉണ്ടാക്കാൻ US-ന് തിടുക്കമില്ലെന്ന് ഇന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ട്രംപ് പറഞ്ഞിരുന്നു. So we're getting what we want slowly. Very tough negotiators. It takes a long time. I'm in no hurry. I'd like to say I'm in a hurry because, gasoline prices are going to come tumbling down. But if you're going to be in a hurry, you're not going to make a good deal. And slowly but surely we're getting, I think, what we want. And if we don't get what we want, we're going to end it a different way. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഈ പശ്ചിമേഷ്യയിലെ സമാധാനം അതിന് അമേരിക്കയും ഇറാനുമല്ല കാത്തിരിക്കുന്നത്, ലോകരാജ്യങ്ങളെല്ലാമാണ്. ലോകരാജ്യക്രമങ്ങളെ തന്നെ ബാധിച്ചതാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണോ സൂചന? തിടുക്കമില്ലെന്ന് അമേരിക്ക നിലപാടെടുക്കുമ്പോൾ ട്രംപിന്റെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനു മുൻപേ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് പ്രത്യേകിച്ചുള്ള ഒരു പരാമർശവും നടത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ട്രംപ് തന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ചില അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈറ്റ് ഹൗസിൽ സിറ്റുവേഷൻ റൂമിൽ വെച്ച് നടന്ന ചർച്ചകൾക്ക് ശേഷം ട്രംപ് ഇറാനുമായിട്ടുള്ള സമാധാന കരാറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടാണ് സൂചന. ഇത് നിലവിൽ US മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇറാനുമായിട്ടുള്ള സമാധാന കരാറിൽ നിരവധി പോയിന്റ്സിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഭേദഗതി വരുത്തണമെന്നാണ്. ഈ സമാധാന കരാർ അത് രൂപീകരിച്ച് തീർച്ചയായിട്ടും ട്രംപിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അപ്പോൾ ട്രംപ് നിർദ്ദേശിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൂടി വരുത്തിയ ശേഷം ഈ കരാർ ഇപ്പോൾ ഇറാന്റെ പരിഗണനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാൻ ഇക്കാര്യത്തിൽ യാതൊരുവിധ പ്രതികരണങ്ങളും നിലവിൽ തിരിച്ച് അറിയിച്ചിട്ടില്ല. എന്തായാലും അമേരിക്കയുടെ ഗോൾ പോസ്റ്റിൽ നിന്ന് പന്ത് ഇപ്പോൾ ഇറാന്റെ കോർട്ടിലാണ്. ട്രംപ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സമാധാന കരാറിൽ വരുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. ട്രംപ് പല കാര്യങ്ങളിലും ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട പല പോയിന്റ്സിലും ട്രംപിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതൃപ്തി പ്രകടിപ്പിച്ച ട്രംപ് ഇതെല്ലാം തൻ്റെ ഒരു താല്പര്യത്തിന് കൂടി അനുസരിച്ച് ഈ പോയിന്റ്സ് മാറ്റുകയായിരുന്നു. ഈ ആണവ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്നാണ് സൂചന ലഭിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം വരുത്തിയ കരാറാണ് നിലവിൽ ഇറാന്റെ പരിഗണനയ്ക്കായി US അയച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ളത് ആണവ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇറാൻ സമാധാന കരാറിന്റെ പരിധിയിൽ വരുത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള കരാർ ഇറാന്റെ പരിഗണനയ്ക്ക് പോകുമ്പോൾ അവരുടെ നിലപാടും തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമായിട്ട് വരും. ഇപ്പോൾ നിലവിൽ അമേരിക്കൻ മാധ്യമങ്ങളിലാണ് ഇത്തരമൊരു റിപ്പോർട്ടുള്ളത്. ഇനി ട്രംപിന്റെ അഭിമുഖത്തിലേക്ക് വരികയാണെങ്കിൽ ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ഇറാനുമായിട്ട് ഒരു സമാധാന കരാർ രൂപീകരിക്കുന്നതിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ തിടുക്കവുമില്ല എന്നാണ്. ഇത് നിരന്തരമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രം തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ഇറാനോട് ധൃതി പിടിച്ച് എന്തെങ്കിലും ഒരു കരാർ ഒപ്പിടുകയാണെങ്കിൽ അതിൽ നിരവധി അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ വശങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കരാർ താൻ രൂപീകരിക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒരു കരാർ ഉണ്ടായാൽ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കും. അത് തീർച്ചയായിട്ടും ലോകത്തിലുള്ള ഓയിൽ പ്രൈസിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ എക്സാമ്പിളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ആദ്യം ഇറാൻ തങ്ങളോട് ഒരു ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ് ഇറാൻ തങ്ങൾക്ക് നൽകി. അപ്പോൾ ഞങ്ങൾ ഇറാനോട് ചോദിച്ചു, ഇനി നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ആണവ ആയുധം വാങ്ങുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമാണ് എന്ന് ഇറാനോട് സൂചിപ്പിച്ചു. അപ്പോൾ ഇനി ഒരു തരത്തിലുമുള്ള ആണവായുധങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഇറാനുള്ളിൽ നിർമ്മിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ് തങ്ങൾക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ
ചെറിയ ഒരു മാറ്റങ്ങൾ പോലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും പശ്ചിമേഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടികളാണ് തങ്ങൾ നിലവിൽ നോക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം ഇന്റർവ്യൂവിൽ തന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള ശ്രദ്ധേയമായ നിരീക്ഷണം കൂടി ട്രംപ് നടത്തുന്നുണ്ട്. ഇത് ഇറാഖുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ട്രംപ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. അതായത് ഇറാഖിൽ മുൻപ് 2003 സമയത്ത് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നുള്ള സംശയത്തിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് അങ്ങനെയൊന്നും കണ്ടെത്താൻ ആയില്ല. അത് US ചെയ്ത വലിയൊരു അബദ്ധമായിട്ടാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നു, ഇറാനുള്ളിലും ഞങ്ങൾ സമാനമായിട്ട് ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു. പക്ഷേ ഇറാഖിനെ പോലെയല്ല ഇറാന് ഭാവിയിൽ ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. അവർ അതിൻ്റെ തുമ്പത്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ 9 മാസം മുൻപേ B2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ ആണവ സംവിധാനങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്രയേലും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഇപ്പോൾ ബാക്കി കാണില്ലായിരുന്നു എന്നുമാണ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ഈ സമാധാന കരാറിൽ നിരവധി മാറ്റങ്ങൾ വേണം. ആണവ വിഷയങ്ങൾ ഉൾപ്പെടെ കൂടുതൽ കർശനമായിട്ടുള്ള നിബന്ധനകളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നാണ് സൂചന. എന്തായാലും അജയ് സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വൈകലുണ്ടാവും. ചില തിരുത്തലുകൾ വേണം. അതിനുള്ള കാത്തിരിപ്പാണ് അമേരിക്ക. ഇറാന്റെ പരിഗണനയിലാണ് വിഷയം. തങ്ങൾക്ക് ധൃതിയില്ല, തിടുക്കപ്പെട്ട തീരുമാനം വേണ്ട എന്നതാണ് ട്രംപും വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.